രൂപത ക്ഷീരകർഷക ക്ഷേമ പ്രസ്ഥാനമായ ജീവ മിൽക്കിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജീവ സൊസൈറ്റികളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകനെ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവർ ചേർന്ന് ആദരിച്ചു. ജനുവരി 24-ന് ജീവ കുടുംബ സംഗമം സംഘടിപ്പിക്കും. കോതമംഗലം രൂപത ക്ഷീരകർഷക ക്ഷേമ പ്രസ്ഥാനമായ ജീവ മിൽക്കിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജീവ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ സ്വാഗതം ആശംസിച്ചു. ബിഷപ്പ് എമിരിത്യൂസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യ പ്രഭാഷണം നടത്തി. ജീവ സൊസൈറ്റികളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവർ ചേർന്ന് ആദരിച്ചു. ജീവ സ്റ്റാഫിനുള്ള 8ാമത് ഭവന നിർമ്മാണ പദ്ധതി സഹായ വിതരണ ഉദ്ഘാടനം ഫാദർ മാത്യു കോണിക്കൽ നിർവഹിച്ചു. കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമി തെക്കേക്കര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM സിദ്ദിഖ്, വാർഡ് മെമ്പർ സുനി അയ്യപ്പൻ, ജീവ മുൻ ഡയറക്ടർമാരായ ഫാദർ കുര്യാക്കോസ് കൊടുക്കല്ലിൽ, ഫാദർ ജേക്കബ് തലാപ്പിള്ളിൽ, മാങ്കുളം പഞ്ചായത്ത് മെമ്പർ MJ റോയ്, ആർട്ടിസ്റ്റ് ബേസിൽ ബെന്നി, ജനറൽ മാനേജർ സിബി ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും വൈദികരും ക്ഷീരകർഷകരും ജീവ ഉൽപ്പന്ന വിതരണ ഏജൻസികളും ചടങ്ങിൽ പങ്കെടുത്തു. ജീവ മിൽക്കിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. ജനുവരി 24-ന് സംഘടിപ്പിക്കുന്ന ജീവ കുടുംബ സംഗമം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. ജീവ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും. MP ഡീൻ കുര്യാക്കോസ്, MLA ആന്റണി ജോൺ എന്നിവർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ജീവ മിൽക്കിന്റെ ജീവനക്കാരെ ചടങ്ങിൽ ആദരിക്കും. ജീവ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. 24-ാം തീയതി ശനിയാഴ്ച ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഫാമിലി ഗ്യാതറിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ സ്റ്റാഫിനെയും ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ വെച്ചിരിക്കുക. അതിൽ സ്റ്റാഫിന്റെ എല്ലാ ഒരു വീഡിയോ പ്രസന്റേഷനും അവരെ എല്ലാവരെയും അവരുടെ ഫാമിലിയോട് ചേർന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയും 24-ാം തീയതി വൈകുന്നേരം വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ദിവസമായിട്ട് ഈ സിൽവർ ജൂബിലിയുടെ സമാപനം വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കോതമംഗലം രൂപത സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ക്ഷീരകർഷകർക്ക് ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 3 സൈസ് പാക്കറ്റ് പാലുകളാണ്. ഒന്ന് ഹോമോജീനിയസ്ഡ് ടൂണ്ട് പാലുണ്ട്, രണ്ടാമത് ടൂണ്ട് മിൽക്ക് ഉണ്ട്, മൂന്നാമത് സ്റ്റാൻഡേർഡ് മിൽക്ക് ഉണ്ട്. അങ്ങനെ 3 സൈസ് പാക്കറ്റ് പാലുകൾ. പിന്നെ തൈരുണ്ട്, അതുപോലെ തന്നെ സംഭാരമുണ്ട്, അതുപോലെ യോഗട്ട് ഉണ്ട്, പിന്നെ ഗീ ഉണ്ട്. ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളാണ്. നല്ല കർഷകരിൽ നിന്ന് ഗുണമേന്മയുള്ള പാലെടുത്തിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എല്ലാ ഗുണഭോക്താക്കളിലും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുക. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.